ഹലോ ഫ്രണ്ട്സ്, CR മീഡിയ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. മെക്സിക്കൻ ടാക്കോ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തരും. അപ്പോൾ നമുക്ക് ടാക്കോ റൊട്ടി ഉണ്ടാക്കിയാലോ? നന്നായിട്ട് ഇപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുത്തിട്ടുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു നല്ല ടാക്കോ റൊട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 300 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് റെഡ് ചില്ലി, കുറച്ച് ചീസും. പിന്നെ നമുക്കിപ്പോൾ ടാക്കോ റൊട്ടി നമുക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ടാക്കോ റൊട്ടിക്ക് ഞാനിവിടെ 2 കപ്പ് മൈദയിൽ കുറച്ച് ഉപ്പിട്ടുണ്ട് അതിൻ്റെ ആവശ്യത്തിന്. ഇനി ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ഇടണം. ഇത്ര മതിയാവും. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് ജോയിൻ്റ് ആക്കിയെടുക്കാം നന്നായിട്ട്. ഇതേപോലെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ച് ജോയിൻ്റ് ആക്കിയെടുക്കാം. കണ്ടോ? ഇനി അത് സ്പൂൺ കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച്, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ കുഴച്ച് ജോയിൻ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ വെള്ളം പോരാ, അപ്പോൾ കുറച്ചും കൂടി അങ്ങനെ ജോയിൻ്റ് ആക്കി എടുത്താൽ മതി. അങ്ങനെ എടുത്തിട്ട് ജോയിൻ്റ് ആക്കി കൈ കൊണ്ട് നന്നാക്കി സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ സെറ്റായി കഴിഞ്ഞ് കൈ കൊണ്ടൊന്ന് ഇടിച്ച് കുഴച്ചിട്ട് ഒന്ന് അമർത്തി കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ കുറച്ചൊരു നനഞ്ഞ തുണി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നല്ലപ്പോൾ കുറച്ച് എണ്ണ തൂക്കിയിട്ട് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് നമുക്കത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ഗ്യാപ്പിന് നമുക്ക് ടാക്കോയ്ക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാൻ പോകാം. ഇപ്പോൾ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് റെഡ് ചില്ലി എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ഇതിലേക്ക് വേണ്ടത്, ശരിക്കും ടാക്കോ റൊട്ടിക്ക് വേണ്ടത് കടുകെണ്ണയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ടേസ്റ്റിന് ഏത് എണ്ണ വേണമെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റെഡ് ചില്ലി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിയാതെ ഇതിൽ നിന്ന് മുരിച്ച് നമുക്ക് എടുക്കണം. ഇതേപോലെ അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് പാനിലേക്ക് മാറ്റിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ സവാള വഴറ്റിയെടുക്കാം. അത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് വേണ്ട സവാള എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 2-3 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതാണ്. ഇതേപോലെ വഴറ്റി നമുക്കെടുത്ത് അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്കിത് ഈ റെഡ് ചില്ലി ഇപ്പോൾ ഞാനൊരു ചെറിയ സോസറിലിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ. വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇങ്ങനെ പൊടിച്ചെടുത്ത് നമുക്ക് ചേർത്ത് വയ്ക്കും. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഉടച്ചെടുക്കണം. ഇതേപോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് പിന്നെ ഈ റെഡ് ചില്ലി നമുക്ക് അതിൽ ചേർക്കണം, ഫ്രൈ ചെയ്തത് ഉടച്ചെടുത്ത്. ഇത് ഏതാണ്ട് ഒരു 300 ഗ്രാം ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ, അതിന് കുഴപ്പമില്ല. പിന്നെ ഇത് റെഡ് ചില്ലി അതിലിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്തു. ഇനി അത് ജോയിൻ്റ് ആയതിന് ശേഷം ആണ് നമുക്ക് മല്ലിയില നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിടുക. സവോള ആദ്യം ഇടുക. എന്നിട്ട് സവോള ഇട്ടതിന് ശേഷം നമുക്ക് അത് ജോയിൻ്റ് ആയതിന് ശേഷം പിന്നെ അവസാനം മല്ലിയില ഇടുക. അപ്പോൾ സവോള ഇട്ടിട്ട് നമുക്ക് ജോയിൻ്റായി. ഇപ്പോൾ ഇത് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ്സ് വേണ്ടവർക്ക് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ 6 റൊട്ടിക്ക് ചെയ്തെന്നുള്ളൂ. ഇനി മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ചേർന്നിട്ടുള്ള ഈ ഫില്ലിങ്സിന് തന്നെ ഒരു നല്ല ഒരു ഫ്ലേവർ ഉണ്ട്. അത് ഈ ഫില്ലിങ്സ് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റാണത്, ഒരു പ്രത്യേക രുചിയാണത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാതെ ഇനി നമുക്ക് കുറച്ച് ചീസ് വേണം. അതിലേക്ക് ഒരു 50 ഗ്രാം ചീസ് എടുത്തിട്ട് നമുക്ക് ചീകി വയ്ക്കാം. അതും നമുക്ക് ഫില്ലിങ്സിലേക്ക് വേണ്ടതാണ്. അപ്പോൾ അത് മാറ്റി വെച്ചാൽ അപ്പോൾ ഇതായിട്ടുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടാക്കോ റൊട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ബോളാക്കിയെടുക്കുക. ഒരു 6 ബോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ചെയ്യാം. ഒരു 7 ബോൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഞാൻ എൻ്റെ കൈൻ്റെ വലുപ്പത്തിന് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒരു 6 ബോൾ കണ്ടോ. അത് ഇനി നമുക്ക് ഇത് നമ്മുടെ കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ കറക്കിയെടുത്താൽ കറക്റ്റ് റൗണ്ട് കിട്ടും. അപ്പോൾ ഇത് ഇത്രയും നനവില്ലാതെ ഉണ്ടാക്കണം, എന്നാലും അത് സ്മൂത്തായിട്ട് വരുള്ളൂ. ഒരുപാട് ഡ്രൈ ആവരുത്. അപ്പോൾ ഒരു ടാക്കോ റൊട്ടി എന്നാണ് അപ്പോൾ ഒരു റൊട്ടി ഫീൽ കിട്ടണമെങ്കിൽ അത്രയും ടൈറ്റ് ആവരുത്. കൈൻ്റെ ഉള്ളിലിട്ട് ഞാൻ കറക്കുമ്പോൾ സോഫ്റ്റായി. അപ്പോൾ നമുക്ക് പക്ക റൗണ്ട് കിട്ടി. ഞാൻ മാവിൽ മുക്കിയിട്ട് എങ്ങനെ ഇനി തൊടാതെ പരത്താം. നമുക്ക് വേറെ ഡിഷ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ എല്ലാ റൊട്ടികളും നമുക്ക് പരത്തിയെടുത്ത് നമുക്ക് അടുക്കി വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കാം എല്ലാ റൊട്ടിയും.
അപ്പോൾ അത് ഇനി നമുക്ക് പാൻ വയ്ക്കണം. പാൻ വെച്ചിട്ട് നമുക്കത് ഇതൊരു ഹാഫ് കുക്കിൽ നമുക്ക് വേവിച്ചെടുക്കണ്ടേ, മുഴുവൻ വേണ്ട. അപ്പോൾ ഞാനിത് മറിച്ച് കാണിച്ചു തരാം. അത് ഇതൊന്നിങ്ങനെ ആദ്യം എടുത്ത് മറിച്ചു ഇതേപോലെ, പിന്നെ ചെറിയ ഡോട്ട് പൊന്തി ഇങ്ങനെ പൊള്ളച്ച് വരും. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വെക്കണം. എണ്ണയൊന്നും തടവണ്ട, ഇത് തിരിച്ച് മറിച്ച് നമുക്ക് എടുക്കണം. അങ്ങനെ ഇത് ഹാഫ് കുക്കായിട്ട് എടുത്താൽ മതി. ഇനി ഇതേപോലെ എല്ലാ റൊട്ടികളും നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് നമുക്കൊരു മസാല ദോശ കഴിക്കുന്നതിനേക്കാളും ഒരു ഫീലിൽ നമുക്കതെടുക്കാം. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ മേലെ റെഡ് ചില്ലി സോസ് നമ്മൾ തേച്ച് കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് സോസ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ഇടാം. എന്നിട്ടിങ്ങനെ ചീസ് നമ്മൾ എതിർത്ത് വെതറി കൊടുക്കുക. ചീസ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിടാം. ചീസിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക്, പക്ഷേ ഇതിങ്ങനെ ബാലൻസ് ചെയ്തിട്ടാൽ അതിനൊരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഒരു ലെയർ ചീസ് വെതറി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ, ഫുള്ളായിട്ട് നിറയ്ക്കരുത്. ഇത് നമുക്കൊരു സൈഡിൽ നിന്ന് മടക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി പോർഷനിൽ നമ്മൾ ഫില്ല് ചെയ്ത് വയ്ക്കും. ഇനി അതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ കറക്റ്റായിട്ട് വെച്ചു. ഇനി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്കത് മറയ്ക്കണം. ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇപ്പോൾ ഞാൻ കണ്ടല്ലേ, ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇതേപോലെ സൈഡിലേക്ക് മറച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് വയ്ക്കുക ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് ഇതേ നമ്മൾ റൊട്ടി ഉണ്ടാക്കാൻ എടുത്ത അതേ പാൻ തന്നെ എടുത്തിട്ട് നമുക്ക് ഇത് ഇനി അവിടെ ഇട്ടിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നമുക്ക് ഇനി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ശരിക്കും ആ മുരുവ് നമുക്ക് കാണാൻ പറ്റും, ശരിക്ക് റൊട്ടി ഫ്രൈ ആവും. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് രണ്ട് സൈഡും കൂടി വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, നമുക്ക് നല്ലൊരു ഫീല് കിട്ടും. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക മണവും വരുന്നുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്ലവർ. അപ്പോൾ ഇത് ഫില്ലിങ്സ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത്രയും നിറയ്ക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നല്ലൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഫീലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ടാക്കോ റൊട്ടി കഴിയണം, എല്ലാം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.